നമോ നമ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന് നമ്മൾ സമയത്തെ വ്യത്യസ്തമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ പ്രസന്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് നമ്മളുടെ അനുഭവം, എന്നുവെച്ചാൽ യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം എന്നങ്ങോട്ട് ധരിക്കുകയാണ്. അനുഭവം ആണ് നേരിട്ടുള്ള അറിവ്. ഇന്ദ്രിയ ഗോചരത്വം എന്നൊക്കെ പറയുന്നത് പ്രസന്റ് ടെൻസിലാണ്. വർത്തമാനകാലത്തിലെ ആ അനുഭവങ്ങളാണ് നമ്മളുടെ ജീവിതം എന്ന്. ആ ജീവിതം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഇന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഡേറ്റകളുടെ ഒരു പ്രവർത്തനത്തിൽ നിന്നുണ്ടാകുന്ന അനുഭവം. അതാണ് അത് ഡയറക്റ്റ് വരുന്നതും അതിനെ ഉള്ളിൽ വിശകലനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അല്ലാണ്ട് ഒരു കാഴ്ച കണ്ടു, ഒരു എന്തെങ്കിലും ഒന്ന് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത് ജീവിതാനുഭവമാകില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പരിചയിച്ചു വന്നിട്ടുള്ള, ശീലിച്ചു വന്നിട്ടുള്ള ഭാഷ, സംസ്കാരം, ഇതിനൊക്കെ അനുസൃതമായിട്ടാണ് നമുക്ക് കേൾക്കുന്നതിനെയും കാണുന്നതിനെയും ഉള്ളിൽ വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് പല ഭാഷക്കാരും പല ദേശക്കാരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സഭയിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ അത് ആ ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അതിൽ നിന്ന് ഒരു ദുഃഖകരമോ സുഖകരമോ ആയിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. മറ്റെല്ലാ ഭാഷക്കാർക്കും അത് ഒരു ശബ്ദം എന്നുള്ളതിൽ കവിഞ്ഞ് ഒന്നും ഉണ്ടാകില്ല. സംഗീതമാണെങ്കിൽ കുറെ കൂടി ഒരു പോപ്പുലർ എന്ന് പറയാം. കുറച്ചുകൂടിയൊക്കെ എല്ലാവർക്കും ഇത്തിരീശയൊക്കെ എന്തെങ്കിലും ആസ്വദിക്കാൻ വെച്ചാൽ എല്ലാ മനുഷ്യരാശികൾക്ക് എല്ലാവർക്കും സംഗീതം മനുഷ്യരാശിയിൽ നിന്ന് എടുക്കണ്ട. സംഗീതം എല്ലാ ജീവികൾക്കും ഇഷ്ടപ്പെടുമെന്നാണ് നമ്മുടെ വിശ്വാസം. എത്ര കണ്ട് ശരിയാണെന്ന് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റുകയില്ല. പക്ഷെ മനുഷ്യൻ ഉറപ്പിച്ച് പറയും. എന്താ കാര്യം? അവന് പറയുന്നതൊക്കെ ശരിയാണെന്നൊരു മിഥ്യാധാരണയുണ്ട്. അതുകൊണ്ട് മറ്റു ജീവികളെക്കാൾ ബുദ്ധിമാനാണ് മനുഷ്യൻ എന്ന് പറയാൻ മനുഷ്യന് ഒരു പരീക്ഷ പോലും നടത്തണ്ട. ഇവിടെ നമ്മളുടെ ഇടയിൽ തന്നെ, ഈ മനുഷ്യരുടെ ഇടയിൽ തന്നെയുള്ള ബുദ്ധിമാന്മാരെ കണ്ടെത്താൻ പരീക്ഷകൾ വളരെ നടത്തിയിട്ടാണ് ബുദ്ധിമാനാരാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇടയിൽ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജസ് ഒക്കെ ഉണ്ടായിട്ട് ഇത്രയധികം കമ്മ്യൂണിക്കേഷൻ നടന്നിട്ട് പോലും നമ്മൾ ബുദ്ധിമാനാരാണെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസം. അപ്പോഴാണ് മറ്റു ജീവികളുടെ താരതമ്യത്തിൽ, മറ്റു ജീവികളുമായിട്ട് താരതമ്യപ്പെടുത്തി ഏറ്റവും ബുദ്ധിമാൻ മനുഷ്യനാണെന്ന് തീരുമാനിക്കാൻ മനുഷ്യനൊരു പ്രയാസവുമില്ല. എന്നാ ഒരു പരീക്ഷണവും നടത്തണ്ട. അതെന്താണ്? ആ അറിവില്ലായ്മയാണ് നമ്മൾ ബുദ്ധിയാണെന്ന് പറയുന്നത്. ഒരു പട്ടിയെ വളർത്തുന്ന ആ പട്ടിക്ക്, നമ്മൾ പട്ടിയെ വളർത്താറുണ്ട് എല്ലാവരും. അപ്പം ഈ പട്ടിക്ക് നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാകാറുണ്ട്. പക്ഷെ പട്ടി പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാകാറില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരീക്ഷണമാണ്. നമ്മൾ ഏത് ജീവിയെ വളർത്തിയാലും ആ ജീവി പറയുന്നത് അല്ല, നമ്മൾ പറയുന്നതൊക്കെ ജീവിക്ക്, ആ വളർത്തുന്ന ജീവിക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ കൂടെ ഏറ്റവും സഹകരിക്കുന്ന പട്ടികളെ കൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്യിക്കും. പക്ഷേ പട്ടി നമ്മളോട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റാറില്ല. എന്നിട്ടും നമ്മളെന്താണ് പറയുന്നത്?
നമ്മൾ അവനേക്കാളൊക്കെ വളരെയധികം ബുദ്ധിമാനാണ്. അവന്റെ ഉള്ളിൽ നടക്കുന്ന ചിന്താപദ്ധതികളും അവന്റെ ആസ്വാദന തലവും ഇതൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന എന്താണെന്ന് അറിയാൻ പാടില്ലാതെ ഒരു ഈച്ച കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ രണ്ട് കണ്ണുകളുടെ ലെൻസിൽ കൂടി കാണുന്നതുകൊണ്ടാണ് നമുക്കിവിടെ 3D എഫക്റ്റും ഒക്കെ നമുക്ക് ശരിക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഈച്ചയുടെ കണ്ണില് വളരെയധികം ലെൻസുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഈച്ച എങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നത് തന്നെ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുകയില്ല. അത് കണ്ട ആ ഡേറ്റകൾ അതിന്റെ അകത്തേക്ക് ചെന്ന് അതിന്റെ സംസ്കാരത്തിനനുസരിച്ചിട്ട് ആ വ്യത്യാസം വരുത്തിയാലേ അത് അതിന്റെ അനുഭവം ആകുള്ളൂ. അല്ലെങ്കിൽ അന്യഭാഷക്കാരൻ നമ്മളുടെ ന്യൂസ് കേൾക്കുന്നത് പോലെ ഇരിക്കും. വേറൊരു ഭാഷയിൽ പറയുന്ന ന്യൂസ് ആ ഭാഷ അറിയാൻ മേലാത്തവൻ കേട്ടിട്ട് ന്യൂസ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇരിക്കുള്ളൂ. അപ്പോൾ ഉള്ളിൽ ചെന്ന് നമ്മളുടെ പരിചിതമായിട്ടുള്ള ആ അവസ്ഥകളിലേക്ക് ചെന്ന് അനലൈസ് ചെയ്യുമ്പോഴാണ് പരിചിതമായിട്ടുള്ള ഭാഷയും ദൃശ്യവും ഒക്കെ നമുക്ക് അനുഭവമായിട്ട് മാറുന്നത്. ഇതൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ അവരവരുടെ അനുഭവങ്ങൾക്കനുസരിച്ചിട്ടാണ് അവരവർ പ്രതികരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ വളരെ നിസ്സാരമായിട്ട് മറ്റ് ജീവികളുടെ അനുഭവങ്ങൾ എങ്ങനെയാണെന്ന് കണക്കുകൂട്ടാൻ യാതൊരു എക്വിപ്മെന്റോ അല്ലെങ്കിൽ അതിന് ഒരു സാധ്യതയും ഇല്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ അവരെക്കാൾ ബുദ്ധിമാന്മാരാണ് എന്ന് പറയാൻ ആർക്കും ഒരു മടിയില്ല. എന്താ കാര്യം? നമ്മൾ വലുതാണെന്ന് പറയാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. അത്രേ ഉള്ളതിനകത്ത് ആ ഒരു സൈക്കോളജി മാത്രമേ ഇതിനകത്ത് വർക്കൗട്ട് ആകുന്നുള്ളൂ. അല്ലാതെ വേറൊന്നും കൊണ്ട് നമുക്കത് ന്യായീകരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ അന്ധമായിട്ട് ഉള്ള വിശ്വാസത്തിലേക്കാണ് മനുഷ്യൻ കൂടുതൽ മനുഷ്യനെന്നല്ല ഏത് ജീവിയും ജീവിക്കണമെങ്കിൽ അന്ധമായിട്ടൊരു വിശ്വാസം ഉണ്ടായാലേ പറ്റുള്ളൂ. ആസ്വാദനത്തിന് അന്ധത ആവശ്യമാണ്. അറിവില്ലായ്മ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അന്ധത എന്ന് പറഞ്ഞത്. അറിവില്ലായ്മ ഉണ്ടെങ്കിലേ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അറിവ് പൂർണ്ണമായാൽ ആസ്വാദനമില്ല. പക്ഷേ അറിവിന് വേണ്ടിയായിരിക്കണം എന്നുള്ള ഒരാകാംക്ഷയാണ് ഇവിടെ നമ്മളുടെ ഇതുപോലുള്ള ഫിലോസഫി ഒക്കെ നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ ആ പ്രയോജനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈമിഷികമായിട്ടുള്ള സുഖത്തിലേക്കുള്ള ഒരു പോക്കല്ല നമ്മൾ ചെയ്യുന്നത്. ശാശ്വതമായിട്ടുള്ള ഒരു അറിവിലേക്ക് പോകുമ്പോൾ ഈ എന്താ പറയുക, നമ്മളുടെ ഇപ്പോൾ ഈ നൈമിഷികമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ ശാശ്വത ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പുകളാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം വരുമ്പോൾ നമ്മളുടെ ദീർഘജീവിതം എന്ന് പറഞ്ഞാൽ ഈ റോളല്ല, ഇതൊക്കെ റോളുകൾ എടുക്കുന്നതാണ്. ഈ റോളുകൾ എടുത്ത് മാറി മറിഞ്ഞു വരുന്ന ഈ വ്യക്തി നമ്മളുടെ സിനിമകളിലും നാടകങ്ങളിലുമൊക്കെ അഭിനയിക്കുന്ന അഭിനേതാക്കൾ കുഷ്ഠരോഗിയോ ദരിദ്രനോ ഒക്കെ ആയിട്ട് അനുഭവിക്കുമ്പോൾ അവര് വളരെയധികം പീഡാനുഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കാഴ്ചവെക്കുമ്പോൾ അവരുടെ ഉള്ളിൽ പീഡയാണ് എന്ന് വിചാരിക്കുന്ന അതിലേക്കുള്ള മൗഢ്യമാണ് നമ്മൾ സാധാരണ വലിയ കാര്യമായിട്ട് പരീക്ഷിച്ച് നിരീക്ഷിച്ചറിയുന്ന ഈ മാനസിക വികാരങ്ങൾ. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ കുഷ്ഠരോഗിയോ ഒക്കെ ആയിട്ട് അഭിനയിക്കുന്ന സമയത്ത് അവരുടെ ആ പ്രകടനങ്ങളിൽ നിന്ന് നമുക്ക് അവരനുഭവിക്കുന്ന ദുഃഖത്തിന്റെ തീവ്രത മനസ്സിലാവും. അപ്പൊ നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോകും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ അവരുടെ ഉള്ളിൽ എന്താണ്, എത്ര കണ്ട് മിഴിവായിട്ട് പീഡകൾ അഭിനയിച്ച് കാണിക്കുന്നു അത്രയ്ക്ക് അവരുടെ ഉള്ളിൽ ആനന്ദമാണ് ഉണ്ടാകുക. പക്ഷെ നമ്മൾ അവരുടെ ആനന്ദമല്ല കാണുന്നത്, അവരുടെ ഉള്ളിൽ പീഡയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അവരുടെ ചേർന്ന് കരയുന്നു. അപ്പൊ നമുക്ക്
യുക്തി കൊണ്ട് നമ്മൾ മനസ്സിലാക്കാവുന്ന, യുക്തി കൊണ്ട് തിരിച്ചറിയാവുന്ന കാര്യങ്ങൾ പോലും നമ്മളുടെ വൈകാരികമായിട്ട് നമുക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളുടെ അറിവ് എത്രമാത്രം തലതിരിഞ്ഞതാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പോൾ കാര്യങ്ങളെ രണ്ട് വിധത്തിലാണ് നമ്മൾ കാണുന്നത്. തത്സമയമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ്, തത്സമയമായിട്ടുള്ള അനുഭവങ്ങളാണ് ശരി എന്ന് കാണുന്ന ഒരവസ്ഥ. പിന്നെ എന്താണ് ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ഥിരീകരിച്ചുകൊണ്ട് വന്നത്? ഈ തത്സമയം എന്നുള്ള ഈ അനുഭവം, പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ സീറോ എന്ന് പറഞ്ഞാൽ ശൂന്യതയ്ക്ക് സമാനമാണ്. അങ്ങനെ ഒന്ന് ഇല്ല. ഭാവി ഭൂതത്തിലേക്ക്, ഭാവി എന്നുള്ളത് ഭാവനയാണ്. ആ ഭാവന ഓർമ്മയായിട്ട് മാറുന്ന ആ പ്രക്രിയയിൽ ഉണ്ടാകുന്ന ഒരു ഇല്യൂഷൻ, ഹാലൂസിനേഷൻ എന്നൊക്കെ പറയുന്ന പോലെ അതാണ് നമ്മളുടെ അനുഭവം എന്ന് പറയുന്നത്. ഈ രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം, അതിനെയാണ് നമ്മൾ പ്രസന്റ് ടെൻസ് എന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ ഭാവന എന്താണെന്നും ഈ ഓർമ്മ എന്താണെന്നും നമ്മൾ ശരിക്കും എന്താ പറയുന്നത്? ഒരു ശരിയായിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ ആ സമാനമായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് ഭാവന ചെയ്യാൻ പറ്റുള്ളൂ. ഈ അനുഭവം മാറിക്കഴിയുമ്പോഴേ അതിനെപ്പറ്റി ഓർമ്മ നടത്താൻ പറ്റുള്ളൂ, ഓർമ്മിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ ഈ അനുഭവത്തിന് അത്രയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതാണ് ഏറ്റവും ശരിയെന്ന് ചിന്തിക്കുമ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാനമായിട്ടുള്ള അനുഭവത്തിന് ഭാവനയുണ്ടാകാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞിട്ടുള്ള ഓർമ്മയ്ക്കും പ്രസക്തിയുള്ളൂ എന്ന് പറഞ്ഞ് ഇതിന് അത്രയധികം പ്രാധാന്യം കൊടുത്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ താത്വികമായിട്ട്, യുക്തിപരമായിട്ട് നമ്മൾ ഈ പ്രസന്റ് ടെൻസ് എന്നുള്ള അനുഭവം ഇല്ലാത്തതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ ഉദാഹരണങ്ങളിലൂടെ കണ്ടത്. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ പൂർവസൂരികളായിട്ടുള്ള ഋഷിവര്യന്മാര് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബ്രഹ്മസത്യം, ജഗന്മിഥ്യ. ഈ ജഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമായിട്ട് ഈ അനുഭവം തരുന്ന ഈ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതം, അത് വാസ്തവത്തിൽ മിഥ്യയാണ്. മിഥ്യയാണ് എന്ന് പറയുമ്പോൾ ഇല്ലാത്തതാണെന്ന് വ്യാഖ്യാനിക്കാൻ പോകരുത്. ഇല്ലാത്തതല്ല, അത് എത്ര കണ്ട് ഇല്ലാത്തത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കണ്ണാടിയിൽ നമ്മളുടെ ഇമേജ് കാണുന്നുണ്ട്, ആ ഇമേജ് ഇല്ലാത്തത് എന്നല്ല അതിന്റെ അർത്ഥം. എന്താണ്? അവിടെ കാണുന്നുണ്ട്, അനുഭവം ഇല്ലാത്തതെന്നല്ല. അത് വാസ്തവത്തിൽ ഉള്ളതോ ഇല്ലാത്തതോ എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതിനെയാണ് മിഥ്യ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും അനുഭവിച്ചറിയുന്നതാണ്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ആ അനുഭവ തലത്തിൽ അതുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അതിന് മെറ്റീരിയൽ സ്റ്റാറ്റസ് ഇല്ല. അതുകൊണ്ട് ഉള്ളതിൽ പെടുത്തണമോ ഇല്ലാത്തതിൽ പെടുത്തണമെന്നോ നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് മിഥ്യ എന്നുള്ള ഡെഫിനിഷൻ, അതിന്റെ ഡെഫിനിഷൻ മിഥ്യയുടെ. അതുകൊണ്ട് ജഗത്ത് മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ അനുഭവം എന്ന് പറയുന്നത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അനുഭവിക്കുന്നത് കൊണ്ട് ഉള്ളതാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ യുക്തിപരമായിട്ടുള്ള അനാലിസിസിൽ നിന്ന് അത് ഇല്ലാത്തതാണെന്ന് തെളിയും. അതുകൊണ്ടാണ് അതിനെ മിഥ്യ എന്ന് പേരിട്ട് നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള ആളുകൾ അതിനെ മനസ്സിലാക്കിയത്. അപ്പോൾ ഇത് മിഥ്യയാണെങ്കിൽ ഈ അനുഭവിയാകുന്ന എനിക്ക് ഈ ഒരു അനുഭവം മാത്രം കൊണ്ട് തീരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ യാത്രയിൽ ഇതുപോലുള്ള റോളുകൾ, ഇതെല്ലാം നാടകത്തിലെ ഒരു റോള് പോലെ എടുക്കുകയാണെങ്കിൽ, നാടകത്തിൽ കാശികാരനായിട്ടും ജഡ്ജിയായിട്ടും പോലീസുകാരനായിട്ടും കുഷ്ഠരോഗിയായിട്ടും ഒക്കെ ഉള്ള റോൾ എടുക്കുമ്പോഴും ആ നടൻ ഇതിലൊന്നും പെടാതെ മാറി നിൽക്കുകയാണ്. വിഷമമുള്ളത് എടുത്തു കഴിഞ്ഞാൽ
അയാൾ അന്നേരവും ആസ്വദിക്കുകയാണ്. കാശുകാരന്റെ കോടീശ്വരന്റെ ഒരു റോളാണ് എടുക്കണമെങ്കിൽ ആ കോടീശ്വരനായിട്ട് അത്രയധികം ആസ്വാദനം കാണിക്കുന്നുണ്ടെങ്കിലും ഇയാൾക്കുണ്ടാകുന്നത് ആ കാശിന്റെ ആനന്ദമല്ല, കാശിന്റെ സുഖമല്ല, നമ്മൾ അഭിമാനമല്ല, ഇവിടെ ആനന്ദമാണ്. അപ്പോൾ ദുഃഖം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോഴും സുഖം എന്ന് പറയുന്ന അവസരത്തിൽ കൂടി കടന്നു പോകുമ്പോഴും ഈ സുഖവും ദുഃഖവുമല്ല ഈ നടൻ അനുഭവിക്കുന്നത്. എത്രയും പീഡാനുഭവങ്ങളിലും എത്രയും സുഖാനുഭവങ്ങളിലും അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടത് ആനന്ദമാണ്. ശരിയായിട്ടുള്ള അഭിനയം കാഴ്ചവെക്കുന്നു എന്നുള്ളപ്പോൾ ഉണ്ടത്. അതുപോലെയാണ് നമ്മളുടെ ഈ രംഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് ആനന്ദമാണ്. അതത് നമ്മളുടെ അവതാരങ്ങളിൽ നമ്മൾക്കുണ്ടാകുന്ന സുഖദുഃഖങ്ങളല്ല എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സുകൾ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ഈ കെട്ടുപാടുകളിൽപ്പെട്ട് ഉഴലുന്നതിന് പകരം നമുക്ക് സദാനന്ദ സ്ഥാനത്തേക്ക് പോകാൻ കഴിയും. അതാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾ വളരെയധികം അത് മനനം ചെയ്ത് ഇത് ആദ്യം ബോധ്യപ്പെടുക, പിന്നെ അത് മനസ്സിലാക്കിക്കൊള്ളും മെഡിറ്റേഷനിലൂടെ. ഓക്കെ, നമഃശിവായ.